മലപ്പുറം മങ്ങാടിപ്പുറത്ത് 4ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് നേരെ പാഞ്ഞെടുത്ത് തെരുവ് നായ തലനാരിഴയ്ക്കാണ് കുട്ടി രക്ഷപ്പെട്ടത്. ഇന്ന് രാവിലെയാണ് സംഭവം. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. വിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. വിപിൻ സി, ഒന്നല്ല രണ്ടല്ല 3 തെരുവ് നായ്ക്കളാണ് ഒറ്റ സ്ഥലത്ത് നിന്ന് കുട്ടിക്ക് നേരെ പാഞ്ഞെടുത്തത്. ഒന്ന് സൈഡിലൂടെ പോകുന്നു. എന്താണ് വിശദാംശങ്ങൾ? ഈ ഇടം തെരുവ് നായ ശല്യം രൂക്ഷമായ സ്ഥലമാണോ? സുഹൈൽ, ഇന്ന് രാവിലെ ഈ കുട്ടിയെ ഇപ്പോൾ തെരുവ് നായകൾ ആക്രമിക്കാനായിട്ട് ശ്രമിച്ചത്. ഒരു തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. വീട്ടുകാർ ഒരു മിനിറ്റ് അതൊന്ന് കാണാൻ വൈകിയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ കുട്ടിയെ തെരുവ് നായക്കൾ കടിച്ചു കയറിയേനെ എന്ന് തന്നെ പറയാം. ഇന്ന് രാവിലെ ഇത് അങ്ങാടിപ്പുറം മരിങ്ങത്ത് റോഡിലാണ് ഈ സംഭവം നടക്കുന്നത്. മരിങ്ങത്ത് റോഡിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സിയാൻ എന്ന കുട്ടി അടുത്ത വീട്ടിലെ സഹപാഠിയായിട്ടുള്ള കുട്ടിയുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. ആ കുട്ടി വീട്ടിലുണ്ടോ അല്ലെങ്കിൽ അവർ ഒരുമിച്ചാണ് സ്കൂളിലേക്ക് പോയിരുന്നത്. അങ്ങനെ ഓട്ടോറിക്ഷയിൽ ഒരുമിച്ച് പോകുന്നതിന് വേണ്ടി അടുത്തുള്ള ബന്ധുവീട്ടിലേക്ക് പോയപ്പോൾ അവിടെ ഉമ്മറത്ത സമീപത്ത് ഉണ്ടായിരുന്ന 3 നായകളാണ് ഈ കുട്ടിയെ ഓടിച്ചത്. അപ്പോൾ സ്വന്തം വീട്ടിലേക്ക് ഈ കുട്ടി ഉടൻ തന്നെ ഓടുകയായിരുന്നു. ഈ കുട്ടിയുടെ ശബ്ദം കേട്ട് ഉമ്മയും വല്യുമ്മയും പുറത്തേക്ക് ഇറങ്ങുകയും അവർ ശബ്ദം കൂട്ടുകയും ചെയ്തതോടെ ഈ നായകൾ പിൻവാങ്ങുകയായിരുന്നു. അങ്ങനെയാണ് കുട്ടി രക്ഷപ്പെട്ടത്. വലിയ രീതിയിൽ അതിരൂക്ഷമായി തെരുവുനായ ശല്യം അങ്ങാടിപ്പുറത്ത് തുടരുകയാണ്. കഴിഞ്ഞ ഒരാഴ്ച മുൻപ് ഈ അങ്ങാടിപ്പുറത്തെ മേൽപ്പാലത്തിന് സമീപം വെച്ച തെരുവുനായകൾ ഇതുപോലെ തന്നെ ഒരു ബൈക്ക് യാത്രികനെ ആക്രമിച്ച സംഭവവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ശരി, ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. പക്ഷേ ഭാഗ്യം എന്നും തുണയ്ക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ശാശ്വത പരിഹാരം, തെരുവുനായ ശല്യത്തിന് ഒരു പരിഹാരം അതുണ്ടാകണം. അത് തന്നെയാണ് പ്രദേശവാസികളുടെയും ആവശ്യം.